ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞ ന്യൂസ് ചാനൽ അവർ നടത്തിയ RTI, അതിന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കൊടുത്ത റിപ്ലൈ, അതുമായി ബേസ് ചെയ്ത സംഭവമാണ് ഈ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുന്നത്. 2 ദിവസം മുമ്പ് ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ് അദ്ദേഹം പറഞ്ഞു ജവാർ എയർപോർട്ട്, അതായത് ഗ്രേറ്റർ നോയിഡയിലുള്ള ഡൽഹിക്ക് പാരലായിട്ടോ മറ്റൊരു എയർപോർട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അത് സിംഗപ്പൂർ എയർപോർട്ടിനേക്കാളും മികച്ച രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ടായിരിക്കും. അതവിടെ നിൽക്കട്ടെ. അതായത് 2021 മുതൽ 2025 വരെ, കറക്റ്റായിട്ട് ആ ഡേറ്റുകൾ ഓർമ്മയിരിക്കുക, ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സഹായത്തോട് ഡബിൾ എഞ്ചിൻ എന്ന് പറഞ്ഞു തുടങ്ങിയ 7-ൽ പരം എയർപോർട്ടുകളുണ്ട്. ആ 7 എയർപോർട്ടിൽ അതിൻ്റെ പേരുകൾ അസംഗഡ്, അലിഗഡ്, മൊറാദാബാദ്, കുശിനഗർ, ചിത്രകൂട്, അതിൻ്റെ അയോധ്യയുമുണ്ട്. ഈ 7 എയർപോർട്ടിൽ 6 എയർപോർട്ടും അടച്ചുപൂട്ടി. ഇവർ ഈ പറയുന്ന മുഴുവനും തള്ളും കള്ളവാണെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. 6ഓളം എയർപോർട്ടുകൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഉത്തർപ്രദേശിൽ ഭയങ്കര സംഭവമായിട്ട്, ഗ്ലോബൽ സംഭവമായിട്ട് പറഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത്, ചിലതൊക്കെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ഉദ്ഘാടനം ചെയ്ത്, ചിലതൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയി ഉദ്ഘാടനം ചെയ്തു. ഈ 6 അടച്ചുപൂട്ടി. എന്താ ഇതിൻ്റെ കാര്യം? എന്തുകൊണ്ടാണ് ഈ 6 എയർപോർട്ടുകൾ അടച്ചുപൂട്ടിയത്? ഒറ്റ കാര്യമുള്ളൂ, ട്രാവൽ ചെയ്യാൻ ആളില്ല. അയോധ്യയുടെ കാര്യം പറയാം. ഇന്ന് അയോധ്യയിൽ ഡെയിലി 3 ഫ്ലൈറ്റേ ഉള്ളൂ വരുന്നത്. ഈ 3 ഫ്ലൈറ്റ് വരുന്നതിൻ്റെ അകത്ത് 15% ഉള്ളൂ പാസഞ്ചേഴ്സ്. അപ്പം വലിയ താമസിക്കാതെ 3 ഫ്ലൈറ്റുകൾ വരുന്നു. അതിനുവേണ്ടി വലിയൊരു എയർപോർട്ടും സെക്യൂരിറ്റി സിസ്റ്റവും ഈ പറയുന്ന എയർപോർട്ടിലെ ജോലിക്കാരും ഫ്ലൈറ്റ് കമ്പനികൾ വെക്കുന്ന ജോലിക്കാരെ കൊണ്ട് എങ്ങനെ മുതലാക്കാൻ സാധിക്കും? അതും മിക്കവാറും 1 വർഷം കഴിയുമ്പോൾ പ്രസ്റ്റീജിൻ്റെ സംഭവമാണ് അയോധ്യ എയർപോർട്ട്, അതും അടച്ചുപൂട്ടും. അപ്പോഴെന്താണ് ഈ ഡബിൾ എഞ്ചിൻ സർക്കാരുമായി ബന്ധപ്പെട്ട് UPയുടെ എക്കോണമി മാറി, അത് മാറി, കുടച്ചക്രം എന്നൊക്കെ പറയും. ഇത് മുഴുവനും തള്ളാണെന്നുള്ളത് ഒറ്റ സംഭവം. ഇന്ത്യ ടുഡേ BJP അനുകൂലിക്കുന്ന ന്യൂസ് ചാനലാണ് പൂർണ്ണമായിട്ടും. എന്തിനാണ് അവരിങ്ങനെ റിപ്പോർട്ട് പറയുന്നത്? യഥാർത്ഥത്തിലുള്ള സംഭവമാണിത്. ഇന്ത്യയുടെ എക്കോണമി ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പലതും പച്ചക്കള്ളമാണ്. ഞാനൊരു RTI കൊടുത്തിട്ടുണ്ട് 1 മാസം മുമ്പ്, അതിൻ്റെ റിപ്ലൈ കിട്ടാറായി. ഇന്ത്യയിലെ ഉഡാൻ സ്കീമുമായിട്ട് എത്ര എയർപോർട്ടുകൾ ആക്റ്റീവാണ്, എത്ര എയർപോർട്ടുകൾ തുടങ്ങി കഴിഞ്ഞ 10 വർഷം, അതിൽ എത്ര എണ്ണം ആക്റ്റീവാണ്? അതിൻ്റെ റിപ്ലൈ നോക്കുവാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സൗത്ത് ഇന്ത്യയിലുള്ള എയർപോർട്ടുകൾ മാത്രം ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ള ഈ പറയുന്ന ഉഡാൻ സ്കീമുമായിട്ടൊക്കെ തുടങ്ങിയ എയർപോർട്ടുകൾ വലിയൊരു ശതമാനം അടച്ചുപൂട്ടി. എങ്ങനെയാണ് വന്ദേ ഭാരത് ട്രെയിൻ, അതായത് പലയിടത്തും റൂട്ട് മാറി പലതും അടച്ചുപൂട്ടി, കേരളത്തിൽ കൂടുതൽ കൊടുത്തു, അവിടെ കൂടുതൽ കൊടുത്തു. എന്താ അതിൻ്റെ കാര്യം? ഇന്ത്യയിലെ ജനങ്ങളുടെ വന്ദേ ഭാരത് പോലെ ട്രെയിനിൻ്റെ അകത്ത് പോകാൻ പണമില്ല. പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. 8.2 ഈ പറയുന്ന GDP ഉണ്ടെന്ന് പറയുമ്പോഴേ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഉത്തർപ്രദേശിനെ പോലെ ഒരു സ്റ്റേറ്റിനകത്ത് 6ഓളം എയർപോർട്ട് പുതിയതായിട്ട് തുടങ്ങിയ 7-ൽ പരം എയർപോർട്ടിൽ 6 എയർപോർട്ട് അടച്ചുപൂട്ടുന്ന, അടുത്ത എയർപോർട്ട് അടച്ചുപൂട്ടാൻ പോകുന്നു. ഇപ്പൊ എന്താ സ്ഥിതി? എന്തുകൊണ്ടാണ് വന്ദേ ഭാരത് പലയിടത്തും നിർത്തുന്നേ? പലയിടത്തും നിർത്തി. കാരണം അതിനകത്ത് അതിന് ചാർജ് കൂടുതലാണ്. അപ്പം അത് കൊടുത്ത് പോകാൻ പറ്റുന്നില്ല. അതിനേക്കാളും കഷ്ടമാണ് എയർപോർട്ടിൻ്റെ സ്ഥിതിക്ക്. അതായത് ഗവൺമെൻറ് പണം കൊടുക്കും. അതാണ് ഉഡാൻ സ്കീം എന്ന് പറയുന്നത്. അതായത് ഒരു ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇത്ര സീറ്റുകൾ ഗവൺമെൻറ് അവർ ഇത്ര ശതമാനം പണം കൊടുക്കും, അത് ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിന്, അതായത് എയർലൈൻസ് കമ്പനിക്ക്. എന്നിട്ട് പോലും ഒരു യാത്രക്കാരും പോലും വരുന്നില്ല. ഈ പറയുന്ന മൊറാദാബാദ് ചെറിയ സിറ്റിയാണ്, വലിയ സിറ്റിയാണ്. ഇന്ത്യയുടെ ബ്രാസിൻ്റെ നഗരമാണ്, ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന നഗരമാണ്. ചിത്രകൂട് എന്താ ചെറിയ, ബുന്ദേൽഖണ്ഡുമായിട്ട് കുശിനഗർ എന്തുവാ ചെറിയ സിറ്റിയാണ്, വലിയ സിറ്റിയാണ്. എത്ര കോടിയാണിത് മുടക്കിയത്?
ഈ പറയുന്ന 6ഓളം എയർപോർട്ട് അടച്ചു പൂട്ടിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഏകദേശം 6ഓളം എയർപോർട്ട് പണിയാൻ വേണ്ടി മിനിമം 5000 കോടിയായി കാണും. അപ്പം ഈ 5000 കോടി സ്പെൻഡ് ചെയ്തിട്ട് എയർപോർട്ട് പണിതിട്ട് ആലോചിച്ച് നോക്കുക, അടച്ചു പൂട്ടുക. ജസ്റ്റ് ഇമാജിൻ. ഇതാണ് ഞാൻ പറയുന്നത്, പലതും തള്ളാണ്, പച്ചത്തള്ളാണ്. ഇനിയും വേറൊരു കാര്യം പറയാം, മനസ്സിലാക്കിയിട്ടിരിക്കുന്ന പോയിന്റാണ്. കോവിഡ് സമയത്ത് ഇഷ്ടം പോലെ ഗ്ലോബൽ ഫാക്ടറികളൊക്കെ വന്നു, നോയിഡയും ഗ്രേറ്റർ നോയിഡയും UP-യിലൊക്കെ ആയിട്ട്. അവിടെ വന്നു കഴിഞ്ഞ് തുടങ്ങി കുറച്ച് കഴിഞ്ഞ്, കാരണം യോഗിയുടെ ഭയങ്കര പ്രൊആക്റ്റീവായിട്ടുള്ള റൂളാണ്, പോളിസിയാണ്. റെഡ് കാർപ്പറ്റ് വെൽക്കം, അതേപോലെ അവിടെ സ്ഥലം കൊടുക്കാൻ വേണ്ടി ഈ രജിസ്ട്രേഷൻ അതൊക്കെ കംപ്ലീറ്റ് ഫ്രീ, ഗവൺമെൻറ് എല്ലാ ആനുകൂല്യം കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് 2 വർഷം കഴിയുമ്പോൾ അധികം ഫാക്ടറികൾ ഇവിടുന്ന് പൂട്ടിയിട്ട് തമിഴ്നാട്ടിലോട്ടും ബാംഗ്ലൂരോട്ടും പോയത്, കർണാടകയിലോട്ടും പോയത്? എന്തതിൻ്റെ കാര്യം നിങ്ങൾക്കറിയോ? അവരുദ്ദേശിക്കുന്ന സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് മാൻ പവറും സ്കിൽഡ് മാൻ പവറും UP-യിലും ഈ പറയുന്ന ബീഹാറിലും ഈ ഭാഗത്തൊന്നും കിട്ടുന്നില്ല. അതതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് അവർ മുഴുവനും തമിഴ്നാട്ടിലോട്ട് പോയത്. അതുകൊണ്ടാണ് തമിഴ്നാടിൻ്റെ മാനുഫാക്ചറിങ് GDP എക്കോണമി ഇന്ത്യയിൽ ഏറ്റവും ഭയങ്കര രീതിയിൽ കുതിക്കുന്നത്. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക, അതിഭയങ്കര തള്ളിൻ്റെ ഏറ്റവും വലിയ ക്ലാസിക് എക്സാമ്പിളാണിത്. 7 എയർപോർട്ടിൽ 6 അടിച്ച് അടുത്തും അടയ്ക്കാൻ പോകുന്നു. ഇത്രയേ ഉള്ളു കാര്യം. ഈ പറയുന്ന കുതിപ്പെന്ന് പറയുന്ന സംഭവം, അതായത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അകത്ത് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ പണം സ്പെൻഡ് ചെയ്തു, ടാക്സ് പേഴ്സിൻ്റെ പണം സ്പെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കുക. അതായത് 6ഓളം എയർപോർട്ട് 1 വർഷത്തിനുള്ളിൽ അടച്ചങ്ങ് പൂട്ടി. കാരണം ഫ്ലൈറ്റ് ഓപ്പറേഷൻ നടന്നത് പ്രൈവറ്റ് ഫ്ലൈറ്റുകളാണ്. അവർ നഷ്ടം സഹിച്ച് ഓപ്പറേറ്റ് ചെയ്യത്തില്ല, ഉറപ്പായിട്ടും ചെയ്യത്തില്ല. അത് ഇന്ത്യയിലെ പല എയർപോർട്ടുകളും അടച്ചു പൂട്ടുവാണ്. കാരണം വെറുതെ അങ്ങ് ഉണ്ടാക്കി. എൻ്റെ ഒരു ധാരണയുണ്ടായിരുന്നു, ഈ പറയുന്ന ഇവരുടെ ഈ കള്ളത്തരങ്ങൾ ഞാനും വിശ്വസിച്ചു. എക്കോണമി ബൂം ചെയ്യുകയാണ്, അത് ബൂം ചെയ്യുകയാണ്. പക്ഷേ യാഥാർത്ഥ്യം വെറും തലതിരിഞ്ഞ സംഭവമാണ്. ബൂം ചെയ്യുന്നൊന്നുമില്ല, സംഭവം താപ്പോൾ. ഇതെല്ലാം ഊതിപ്പെരിപ്പിച്ച കഥകളും കള്ളക്കഥകളുമാണ്. അതായത് കോവിഡിന് ശേഷം ഉണ്ടായ മുഴുവനും പെരിപ്പിച്ച കണക്കുകൾ മാത്രമാണ്. അത് മുമ്പോട്ടിട്ട് തന്നു. ഇത് നമ്മളെല്ലാവരും വിശ്വസിച്ചു. അപ്പോൾ യഥാർത്ഥ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ എന്താണ്? അതായത് ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് ഇത്രയും പണം മുടക്കിയത് ആളുകൾ യൂസ് ചെയ്യുന്നില്ല, എല്ലാം അടച്ചു പൂട്ടി പോവുകയാണ്. അതാണ് വന്ദേ ഭാരത് ആണെങ്കിലും എയർപോർട്ടാണെങ്കിലും ഇന്ത്യയിലെ പല സിറ്റികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഡിസാസ്റ്റർ, ദുരന്തം തന്നെയാണ്. കാരണം കാര്യങ്ങൾ അറിയാതെ പഠിക്കാതെ പലതും എടുത്ത് ചെയ്തു, പല കള്ളക്കണക്കുകൾ കാണിച്ച് ഇതുണ്ടാകും അതുണ്ടാകും, അതായത് കംപ്ലീറ്റ് തള്ളു മാത്രം നടത്തി. അതിൻ്റെ ഫലമാണ് ഈ 6ഓളം എയർപോർട്ട് അടച്ചു. ഇനി അയോധ്യ എയർപോർട്ട് അടയ്ക്കാൻ പോകുന്നു. ഇതാണ് ഇന്ത്യയുടെ ഇന്ന് എക്സാക്ട് സ്ഥിതിയാണ് UP-യിൽ നടന്നത്. ഞാൻ പറഞ്ഞതല്ല, ഈ സ്റ്റോറി മുഴുവനും കൊണ്ടുവന്നത് ഇന്ത്യ ടുഡേയാണ്. BJP-യുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു വാർത്താ മാധ്യമമാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്.